സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നത നേതാവായിരുന്ന വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കേട്ടിട്ടില്ലേ നിങ്ങൾ? 1917 ഉവ്വഞ്ചേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ബിച്ചിപ്പാത്തൂരുടെയും മകനായി വാണിയമ്പലത്ത് ജനിച്ചു. അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം അല്പം പിതാവിൽ നിന്നും പിന്നീട് വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്നുമാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് അദ്ദേഹം ഉപരിപഠനത്തിൽ പിന്നീട് പോകുന്നുണ്ട്. ആദ്യം അദ്ദേഹം അവിടെ പഠിച്ചത് സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാകുന്ന മദ്രസയാണ്. 1935 നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് മമ്പാട് KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദിൻ്റെ ദർസിൽ ചേർന്നു. പിന്നീട് സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉസ്താദിൻ്റെ ദർസിൽ ചേർന്നു. അങ്ങനെ 1941 അദ്ദേഹം വീണ്ടും വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് പോവുകയാണ്. ഉപരിപഠനാവശ്യാർത്ഥം വെല്ലൂരിൽ പോയി ബാഖവി ബിരുദമെടുത്ത് അദ്ദേഹം സമൂഹത്തിൻ്റെ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് തിരിച്ചു വന്ന് നാട്ടിലും പരിസരത്തുമൊക്കെ ദർസും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി അദ്ദേഹം സംവാദങ്ങളിലും അതുപോലെ തന്നെ ഖണ്ഡനങ്ങളിലും തിളക്കമാർന്ന ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തമായി നേരിടുന്ന എല്ലാ വിഷയത്തിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. വാദോരാതെ പ്രസംഗിക്കുന്ന വ്യക്തിയല്ലെങ്കിലും ജനങ്ങളെ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിനക്ക് നല്ല കഴിവാണ്. ഇംഗ്ലീഷ്, അറബി, ഉറുദു, ഫാരിസി ഭാഷകൾ അദ്ദേഹത്തിനക്ക് നല്ലതുപോലെ അറിയാം. സുബ്ഹാനല്ലാഹ്, എല്ലാ വിഷയത്തിലും അവഗാഹമുള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാണിയമ്പലം ഉസ്താദ് അവരോട് സമസ്തയുടെ പല തീരുമാനങ്ങളും അവരോട് ചോദിച്ചിട്ടാണ് വലിയ പ്രമുഖ നേതാക്കന്മാർ ചെയ്യാറുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ അങ്ങേയറ്റത്തെ അവഗാഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കൂടിയാണ്. അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. 1978 മുതൽ മരണം വരെ അദ്ദേഹം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ മുദരിസും ജനറൽ സെക്രട്ടറിയുമായിട്ടുണ്ട്. പട്ടിക്കാട് മാത്രമല്ല, അതിൻ്റെ മുമ്പ് ഒരുപാട് സ്ഥലത്ത് സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ 1957 തന്നെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുണ്ട്. 1958 മുതൽ 75 വരെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ടുണ്ട്. 75 വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട് അദ്ദേഹം. 1975 ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമായ, ആയിരക്കണക്കിന് ഉസ്താദുമാരുടെ പ്രസ്ഥാനമായ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ബോർഡിൻ്റെ പ്രസിഡൻ്റായി 1975 അദ്ദേഹം നിയുക്തനായി. സുബ്ഹാനല്ലാഹ്, വലിയ പണ്ഡിതനായി അദ്ദേഹം 1980കളിൽ അദ്ദേഹം വഫാത്താവുകയാണ്. 1980 ഡിസംബർ 6 അദ്ദേഹം വഫാത്തായി. മുഹറം 26 അദ്ദേഹം വഫാത്താകുന്നത്. കർമ്മരംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്ത അദ്ദേഹം വൈജ്ഞാനിക രംഗത്തും ധാരാളം വിപ്ലവാത്മകരമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാണിയമ്പലം ഉസ്താദിന് 8 മക്കളാണുള്ളത്. ആ 8 മക്കളിൽ ഒരു ആൺകുട്ടിയേ ഉള്ളൂ, അബ്ദുൽ ബാരി ഫൈലി. ബാക്കിയെല്ലാം പെൺകിടാക്കളാണ്. അദ്ദേഹത്തിന് 8 മക്കളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഖബറ് വാണിയമ്പലം ജുമുഅത്ത് പള്ളിയിൽ ചേർന്നുകൊണ്ട് ആ കയറുന്ന ഭാഗത്ത് തന്നെ കാണാം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജീവിച്ചിരിക്കുന്ന സർവ്വ പണ്ഡിതന്മാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. വാണിയമ്പലം ഉസ്താദ്, കോട്ടുമല ഉസ്താദ് ഉൾപ്പെടെ സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ വിട പറഞ്ഞു. അള്ളാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. താജുൽ ഉലമ, നൂറുൽ ഉലമ, കെൻസുൽ ഉലമ, നിബ്രാസുൽ ഉലമ തുടങ്ങി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ ആലിമ്യങ്ങൾ, ശംസുൽ ഉലമ, റഹീസുൽ മുഹഖ്ഖീൻ തുടങ്ങി പ്രമുഖ മശായിഖന്മാർ, പണ്ഡിതന്മാർ എല്ലാവരുടെയും ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.